വാഴയ്ക്കനും അതോടൊപ്പം തന്നെ അൻവർ സാദത്തും അവർ അവർ കണ്ട് മടങ്ങിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം എം.കെ. രാഘവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അവരും വി.ഡി. സതീശനെ കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ നേതാക്കളുടെ തിരക്കാണ്. പക്ഷേ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. എന്തായാലും നിലവിലെ ഒരു സ്റ്റാറ്റസ് പറയാം. അതായത് സജിത്ത് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ സമരത്തിന് ശേഷം അല്പം മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. അല്പസമയത്തിനകം വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിൻ്റെ വഴുതയ്ക്കാടുള്ള വസതിയിലെത്തി കാണും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജോസഫ് വാഴയ്ക്കൻ അതോടൊപ്പം തന്നെ അൻവർ സാദത്ത് അടക്കമുള്ളവർ രമേശ് ചെന്നിത്തലയോട് അടുപ്പമുള്ള നേതാക്കൾ ഇവിടെ എത്തി ചില സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. അതിനോട് സതീശൻ മറുപടിയും പറഞ്ഞു. എന്തായാലും നേരിട്ടുള്ള ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. അതിന് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ വി.ഡി. സതീശൻ നേരിട്ടെത്തും. അതിൽ ഒരു മഞ്ഞുരുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ വി.ഡി. സതീശന്റെ ആദ്യ കടമ്പ അത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന് തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ നിലപാട് ആഭ്യന്തര വകുപ്പ് വേണം, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ്. രമേശ് ചെന്നിത്തല ക്യാമ്പ് ഇക്കാര്യം സജീവമായി നിലനിർത്തുന്നു. അതായത് ആഭ്യന്തര വകുപ്പില്ലെങ്കിൽ മറ്റൊരു വകുപ്പ് വേണ്ട, മന്ത്രിസഭയിലേക്ക് പോകണ്ട, മാത്രമല്ല മറിച്ച് രാജി അടക്കമുള്ള കടുത്ത സമ്മർദ്ദ നീക്കങ്ങളുമായി മുന്നോട്ട് പോകണം. ഇതാണ് രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ ഒരു പൊതുവികാരമായി ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്നതടക്കമുള്ള പ്രാഥമിക ചർച്ചകളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ വി.ഡി. സതീശൻ അവിടെ എത്തുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിന് രമേശ് ചെന്നിത്തല തയ്യാറാകുമോ? സ്വാഭാവികമായും ആ ചർച്ചകളിൽ എന്ത് തീരുമാനമെടുക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കോൺഗ്രസിന്റെ ബാക്കി ഫോർമുലകൾ. നിലവിൽ കോൺഗ്രസിന് 11 മന്ത്രിമാർ എന്ന നിലയിലാണ് ചർച്ചകൾ. അതായത് ഒരു മന്ത്രിസ്ഥാനം കൂടി, അതായത് കോൺഗ്രസിന് 12 മന്ത്രിമാർ എന്ന നിലയിൽ ഒരു ഫോർമുലയും ഇപ്പോൾ ചർച്ചകളിൽ ഉണ്ട്. പക്ഷേ അതിന് ഏതെങ്കിലും ഒരു ചെറു ഘടകകക്ഷിയുടെ മന്ത്രിസ്ഥാനം അത് ടേം വ്യവസ്ഥയിൽ ആക്കേണ്ടി വരും. അത്തരം ചർച്ചകൾ വൈകിട്ടാവും ഉണ്ടാവുക. ഉഭയകക്ഷി ചർച്ചകളിലാവും ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. ലീഗ് അടക്കമുള്ളവർ 5 മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. 5 മന്ത്രിസ്ഥാനത്തിനൊപ്പം ഒരു ക്യാബിനറ്റ് പദവി കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് എം.കെ. മുനീറിനാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവർ വൈകിട്ട് ഉന്നയിക്കും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം അവർ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മന്ത്രിസ്ഥാനം മാത്രം നൽകും എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അങ്ങനെയെങ്കിൽ അവർക്കൊരു പ്ലാൻ ബി, അതായത് ചീഫ് വിപ്പ് അടക്കമുള്ള പോസ്റ്റുകൾ അവർക്ക് വാഗ്ദാനം ചെയ്യുമോ? അതിന് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് നോക്കണം. മറ്റ് ചെറിയ കക്ഷികളുടെ കാര്യത്തിൽ കാര്യമായ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അപ്പോഴും സുപ്രധാനമായ വകുപ്പുകൾ വേണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് RSPയും അതോടൊപ്പം തന്നെ CMPയും അടക്കം ഉള്ളത്. RSP ജലസേചന വകുപ്പും ഒപ്പം തുറമുഖ വകുപ്പും ചോദിക്കണം എന്ന നിലപാടിലാണ്. ഇന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കും. പക്ഷേ തുറമുഖ വകുപ്പ് അവർക്ക് നൽകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ തൊഴിൽ വകുപ്പ് ആവശ്യപ്പെടും. എന്നാൽ തൊഴിൽ വകുപ്പും നൽകാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ വിദൂരമാണെന്ന് പറയാം. പക്ഷേ നേരത്തെ തന്നെ RSP കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ജലസേചന വകുപ്പ്. അതടക്കമുള്ള കാര്യങ്ങളിലാവും ചർച്ചകൾ മുന്നോട്ട് പോകുക. മറ്റൊന്ന് CMPക്ക് സുപ്രധാനമായ 2 വകുപ്പുകൾ, സഹകരണത്തിനൊപ്പം മറ്റൊരു വകുപ്പ് കൂടി വേണം എന്ന ഒരു നിലപാടുണ്ട്. അവർ ഈ ആവശ്യം ഉഭയകക്ഷി ചർച്ചയിലും മുന്നോട്ട് വയ്ക്കും. എന്തായാലും കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ ചർച്ചകൾ സജീവമാകുന്നത്. കാര്യമായ ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ ആദ്യ കടമ്പ എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണം. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. രമേശ് ചെന്നിത്തലയുടെ സന്ദേശവുമായി അല്പം മുമ്പ് ജോസഫ് വാഴയ്ക്കനും അൻവർ സാദത്തും കന്റോൺമെന്റ് ഹൗസിലെത്തി. വി.ഡി. സതീശൻ അല്പസമയത്തിനകം രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട് നേരിട്ട് ചർച്ച നടത്താനായി പുറപ്പെടും. കാർത്തിക് സൂചിപ്പിച്ചതാണ് അതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യം. കാരണം എങ്ങനെ അനുനയിപ്പിക്കും? രമേശ് ചെന്നിത്തല അനുനയപ്പെട്ടാലേ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുന്നു. കാർത്തിക്, ഈ അൻവർ സാദത്തും വാഴയ്ക്കനും കൃത്യമായി കാർത്തിക് സൂചിപ്പിച്ചത് തന്നെയാണ്. ഇരുവരും ചെന്നിത്തലയുടെ മനസ്സറിഞ്ഞ് ആ ഒരു സന്ദേശം കൈമാറലാണ്. അല്പസമയം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ രമേശ് ചെന്നിത്തല ഒരു കാര്യങ്ങളും വിട്ടു പറയുന്നില്ല. താൻ എല്ലാം ഗുരുവായൂർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് ആഭ്യന്തര വകുപ്പ് നൽകില്ല എന്ന സതീശൻ്റെ നിലപാടിൽ മയപ്പെട്ട് പുതിയൊരു നീക്കത്തിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അതിനപ്പുറത്തേക്ക് ആഭ്യന്തരമില്ലാതെ ഉള്ള ഒത്തുതീർപ്പിന് രമേശ് ചെന്നിത്തല വഴങ്ങാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ ഘട്ടത്തിൽ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. ആഭ്യന്തര വകുപ്പ് ലഭിക്കണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പക്ഷം ഉള്ളത്. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് ഈ സന്ദേശവുമായി എത്തിയവർ കടന്നിട്ടില്ല. അവർ നേരിട്ടൊരു ചർച്ചയ്ക്ക്
ഉള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ചെയ്തത്. നേരിട്ടുള്ള ചർച്ചകളാവും ഇനി ഉണ്ടാവുക. അതായത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുമായി നേരിട്ട് നടത്തുന്ന ചർച്ചകളിലാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയായി ഇരിക്കാൻ വി ഡി സതീശന് താല്പര്യം കുറവുണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. ധനകാര്യമടക്കമുള്ള വകുപ്പുകൾ നൽകുന്നതും ചർച്ചകളിൽ വന്നേക്കാം. എന്നാൽ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും രമേശ് ചെന്നിത്തല ഉണ്ടാകില്ല. മാത്രമല്ല പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് നീങ്ങണം എന്ന പൊതുവികാരമാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം MLA സ്ഥാനം രാജിവെക്കുന്നത് അടക്കമുള്ള കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് രമേശ് പോയാൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികളെ കൂടി അവർ കൂടി രാജിവെക്കുന്ന നിലയിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ രമേശ് ചെന്നിത്തല ക്യാമ്പിൽ സജീവമാണ്. എന്തായാലും ഒരു മഞ്ഞുരുകലിനുള്ള സാധ്യത തെളിയുന്നു. പക്ഷേ അപ്പോഴും പരിഹാര ഫോർമുല എന്ത് എന്നത് അവ്യക്തമായി തുടരുന്നു. ഇരു നേതാക്കളും അല്പസമയത്തിനകം നേരിട്ട് നടത്തുന്ന ചർച്ചകളിലായിരിക്കും അതിലേക്ക് കടക്കുക. യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ നീക്കത്തിൽ രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ കഴിയും എന്നതാണ്. കാരണം രമേശ് ഉടക്കി നിന്നാൽ അത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം പൊതുവിൽ UDF-നകത്ത് രൂപപ്പെടും. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ചെറുതെങ്കിലുമായ ഒരാളുകളുടെ പിന്തുണ ഇപ്പോഴുമുണ്ട്, MLA-മാരും അടക്കമുണ്ട്. അപ്പോൾ കടുത്ത നീക്കങ്ങൾ ഒഴിവാക്കുക, അതിനുവേണ്ടി എന്ത് നീക്കമെന്നതാണ്. ആ അനുനയമാണ് ആദ്യം നടക്കാൻ പോകുന്നത്. രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ വീട്ടിലെത്തിക്കണ്ട് ആ അനുനയ ശ്രമങ്ങൾ നടത്തുമെന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. അദ്ദേഹം പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നായിരുന്നു വാക്കുകൾ. ഒരിക്കൽ കൂടിയ വാക്കുകൾ. മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ വി ഡി സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF ഞാന് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ച് എല്ലാ മാസവും ഗുരുവായൂരിൽ മലയാള മാസം 1-ാം തീയതി ഞാൻ പോയി തൊഴാറുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ പത്രപ്രവർത്തകരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും രാവിലെ ഗുരുവായൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഞാൻ പങ്കുവച്ചതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ആദ്യത്തെ വെല്ലുവിളി ഇതാണ്, രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിച്ചൊപ്പം നിർത്തും. യഥാർത്ഥത്തിൽ UDF-ലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനും ഉള്ള വെല്ലുവിളി രമേശ് ചെന്നിത്തലയുടെ ഉടക്ക് തന്നെയാണ്. രമേശ് അനുനയപ്പെടുമോ എന്ന വലിയ ചോദ്യമാണ്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ ദൂതുമായി അവിടെ എത്തിയ അൻവർ സാദത്തും ജോസഫ് വാഴക്കനും വി ഡി സതീശനുമായി പങ്കുവച്ചത് എന്താണ്? വി ഡി സതീശൻ എന്തു മറുപടി നൽകി? ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ? നമുക്കറിയാം, ഒരു മന്ത്രിസഭയുടെ, ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ പവർ പോയിന്റ് ആഭ്യന്തര വകുപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പവർ സെൻറ്ററുകൾ രണ്ടായി മാറുമെന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ UDF മിനിസ്ട്രിയുടെ അവസാന കാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പായി മാറി. അന്ന് സമാനമായൊരു നീക്കം ഒരിക്കലും വി ഡി സതീശൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാവാം അദ്ദേഹം അത് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടെടുക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയെ എങ്ങനെ നിർത്തും? 2011 ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് 10 വർഷം മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത രമേശ് ചെന്നിത്തല അതിൽ കുറഞ്ഞ ഒരു വകുപ്പുമായി ഇനി മന്ത്രിസഭയിലേക്ക് വരുമോ, അതിന് തയ്യാറാകുമോ എന്ന വലിയൊരു ചോദ്യം മുന്നിലുണ്ട്. അപ്പോൾ രമേശിനെ എങ്ങനെ അനുനയിപ്പിക്കും എന്ന കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും പ്രസക്തിയുള്ളത്. അത് സാധ്യമാകുമോ എന്ന ചോദ്യം കൂടിയാണ്.